പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ അതിനെതിരെ പരസ്യമായി പ്രതികരിച്ചും പ്രകടനം നടത്തിയും ആദ്യം രംഗത്തെത്തിയവരാണ് നീലേശ്വരം ഓട്ടോ സ്റ്റാൻഡിലെ CITU ഡ്രൈവർമാർ. ഇതോടെ നീലേശ്വരം ബസ് സ്റ്റാൻഡിലെ VS ഓട്ടോ സ്റ്റാൻഡ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ഇവിടെ നിന്ന് തുടങ്ങിയ പ്രതിഷേധ അലയൊലികൾ പിന്നീട് കേരളമാകെ ഏറ്റെടുത്തു. 2011 VSന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴും സംസ്ഥാനത്ത് ആദ്യം പ്രതിഷേധ പ്രകടനം നടന്നത് നീലേശ്വരത്തായിരുന്നു. അന്ന് നീലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നിയന്ത്രണവും VS പക്ഷത്തിനായിരുന്നു. VS ഓട്ടോ സ്റ്റാൻഡ് എന്ന ഫ്ലക്സ് ബോർഡ് പലതവണ ഇവിടെ നിന്നും നേതാക്കൾ ഇടപെട്ട് നീക്കം ചെയ്തിരുന്നുവെങ്കിലും പരസ്യമായി തന്നെയാണ് പ്രവർത്തകർ പകരം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. അന്ന് VS പക്ഷക്കാരായ ഓട്ടോ തൊഴിലാളികളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും VSന്റെ 100ാം പിറന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് VS ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ. അദ്ദേഹം ഉയർത്തിയ പാരിസ്ഥിതിക വിഷയങ്ങളായാലും തൊഴിലാളി ജനക്ഷേമ വിഷയങ്ങളായാലും ആ വിഷയങ്ങളെല്ലാം ആകൃഷ്ടരായിക്കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം 100 വയസ്സ് പിന്നിടുന്ന ഘട്ടത്തിൽ നമുക്കേവർക്കും വലിയ സന്തോഷവും അതിലേറെ കേരളത്തിലെ വിപ്ലവ സൂര്യന് അഭിവാദനങ്ങൾ അർപ്പിക്കാനുള്ള ഒരു അവസരമായി ഇത് ലഭ്യമായതിലുള്ള സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. VSന്റെ നവതി ആഘോഷം ഓട്ടോ സ്റ്റാൻഡിൽ വിപുലമായാണ് നടത്തിയിരുന്നത്. VSന്റെ ഉയർച്ചകളിലും താഴ്ചകളിലും അടിയുറച്ചു നിന്നവരാണ് നീലേശ്വരത്തെ VS ഓട്ടോ തൊഴിലാളികൾ. അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനവും വിപുലമായാണ് ഇവർ ആഘോഷിക്കാറുള്ളത്. ഇത്തവണ 100ാം ജന്മദിനവും കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ നൽകിയും വിപുലമായി ആഘോഷിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. KB ബൈജു, News 18, കാസർഗോഡ്.